ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അനാട്ടമിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിനകത്തില്ല. നമുക്ക് വളരെ ലളിതമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ കാര്യങ്ങളും കഥകളും കൃത്യമായിട്ട് കേട്ട് വച്ചിരുന്നാൽ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാകത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിന് ഈ നീറ്റ് ആവട്ടെ ഏത് പരീക്ഷയ്ക്കും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് അനാട്ടമി ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും നിങ്ങൾ കാണുന്നതിന് മുന്നേ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ വരണം, ഒരു പുഞ്ചിരി വരണം. ആ പുഞ്ചിരിയോട് കൂടി നിങ്ങൾ ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യണം. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ അവസാന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മിസ്സാകില്ല എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വളർന്നു വരും. അങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അത് വളർന്ന് വരണം. കൂടെ നിൽക്കുക. വരുന്ന 3-4 മാസത്തെ പരിപാടി മാത്രമേ ഉള്ളൂ, ജോലി നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. അപ്പോൾ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. നമുക്ക് ആഹാരം കഴിക്കാതെ കുറച്ചധികം ദിവസം ജീവിക്കാൻ പറ്റും അല്ലേ? വെള്ളം കുടിക്കാതെ 2-3 ദിവസം അല്ലേ? ആഹാരം കഴിക്കാതെ കുറച്ചുകൂടെ കാലം ജീവിക്കാൻ പറ്റും. പക്ഷേ ശ്വാസമില്ലാതെ നമുക്ക് എത്ര നിമിഷം ജീവിക്കാൻ പറ്റും? എത്ര മിനിറ്റുകൾ ജീവിക്കാൻ പറ്റും? ശ്വാസം വലിക്കാതെ, ശ്വാസം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ശ്വാസം വലിക്കാതെ അല്ലേ? ഹൃദയം ഇടിക്കാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കുക. ഹൃദയം നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കും ഇല്ലേ? ആദ്യം ബ്രെയിൻ ചാവുന്നു, പിന്നെ ഉടനെ നമ്മൾ മരിക്കുന്നു. അത് സംഭവിക്കാം. അപ്പോൾ നോക്കുക, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ശ്വാസത്തിന് അത്രമേൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പുറത്തു നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും ഉള്ളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഈ സാധനം? ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് കത്തിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു കഷ്ണം പേപ്പർ എടുത്ത് നമ്മൾ കത്തിക്കുമ്പോൾ കത്തിച്ചതിന് പോട്ടെ, ഒരു മെഴുകുതിരി നമ്മൾ കത്തിക്കുന്നു. അതിനുശേഷം നമ്മൾ ഗ്ലാസ് കൊണ്ട് അത് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മെഴുകുതിരി കെട്ടുപോകും. എന്താ കാര്യം? അതിനകത്തോട്ട് ഓക്സിജൻ സപ്ലൈ ഇല്ല. ഓക്സിജൻ്റെ സഹായത്തിന് മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ജ്വലനം നടക്കത്തുള്ളൂ അല്ലേ? ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ അല്ലേ? ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ, അത് തന്നെയാണ് ദഹനം. ആ ദഹനം നമ്മുടെ കോശങ്ങളിലും നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്ധനം. ഗ്ലൂക്കോസ് ആണ് പ്രധാനപ്പെട്ട ഇന്ധനം അല്ലേ? ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? താപോർജ്ജമായിട്ട് മാറുന്നു. നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ചൂടുണ്ടാകുന്നത്? ഈ പ്രക്രിയ നിരന്തരം നടക്കുന്നതുകൊണ്ടാണ്. ATP തന്മാത്ര ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ഓടാനും ചാടാനും ഇതിനെല്ലാത്തിനും ജീവിക്കാനും ചിന്തിക്കാനും ഒക്കെ ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ ഗ്ലൂക്കോസിൻ്റെ വിഘടന ഫലമായിട്ടുണ്ടാകുന്ന ഊർജ്ജമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്താവശ്യമാണ്? ഓരോ കോശത്തിലും ജീവിക്കാൻ എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ് അല്ലേ? ഓരോ കോശത്തിലും ജീവൻ നിലനിർത്തണമെങ്കിൽ അതിനകത്ത് ദഹനം നടക്കണം. ഓരോ കോശത്തിനകത്തും ദഹനം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഓക്സിജൻ ആവശ്യമാണ്. നോക്കൂ, നേരത്തെ പറഞ്ഞ കത്തൽ പോലെ തന്നെയാണ്. ഓക്സിജൻ സ്വീകരിക്കുന്നു, ഊർജ്ജം വിടുന്നു, കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉച്ഛ്വാസവായുവിലെ പുറന്തള്ളുന്നു അല്ലേ? ഉച്ഛ്വാസവായുവിലൂടെ നമ്മൾ പുറന്തള്ളുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കുന്ന, അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്ന പ്രക്രിയ, അതിനുവേണ്ടി അതിൻ്റെ ആദ്യ ചുവടെന്ന നിലയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വി ഹാവ് എ പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഓപ്പണിംഗ് ഔട്ട് അബവ് ദ അപ്പർ ലിപ്സ്. മൂക്കിന് തൊട്ട് മുകളിൽ 2 ആൻറ്റീരിയർ നെയർസ് എന്ന് പറയും. 2 എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങോട്ട് പാസ് ചെയ്യുന്നു? നേസൽ ചേംബർ വഴി എങ്ങോട്ട് പാസ് ചെയ്യുന്നു? നേസൽ ചേംബറിലേക്ക്, നേസൽ പാസേജ് വഴി ഒരു നേസൽ ചേംബറിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഈ ഭാഗത്താണ് നേസൽ ചേംബർ വരുന്നത്. ഓക്കെയാണ് പറഞ്ഞത്? ഇത് ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, നമുക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി നോക്കാം. ദ നേസൽ ചേംബർ ഓപ്പൺസ് ഇൻറ്റു ഫാരിങ്സ്. ഈ പറഞ്ഞ നേസൽ ചേംബർ എങ്ങോട്ട് തുറക്കുന്നു? ഫാരിങ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫുഡിൻ്റെയും എയറിൻ്റെയും കോമൺ പാസേജ് ആണെന്ന് പഠിച്ചിട്ടില്ലേ? അങ്ങോട്ട് ഫാരിങ്സിലേക്ക് തുറക്കുന്നു. എന്താണ് ഫാരിങ്സ്? എ പോർഷൻ വിച്ച് ഈസ് ദ കോമൺ ഫോർ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് എയർ. ആഹാരത്തിൻ്റെയും വായുവിൻ്റെയും കോമൺ ആയിട്ടുള്ള പാസേജാണ് നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗം. ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറാണ് കേട്ടോ. ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഇത്രയും ഭാഗം വരും ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് നേസോ ഫാരിങ്സ് ഉണ്ട്, ഓറോ ഫാരിങ്സ് ഉണ്ട്. അതൊക്കെ അവിടെ വിട്ടേക്കൂ. ഫാരിങ്സ് കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. നോക്കാം. ദ ഫാരിങ്സ് നെക്സ്റ്റ് ഓപ്പൺസ് ത്രൂ ദ ലാരിങ്സ് റീജൻ ഇൻ ടു ദ ട്രക്കിയ. അതായത് നമ്മൾ നേരത്തെ നമുക്ക് അന്നനാളത്തിലേക്ക് പോകുന്ന കാര്യം പഠിച്ചപ്പോഴത്തേക്കും ഫാരിങ്സ് നേരെ എങ്ങോട്ടാണ് ഫുഡ് പോയത്? അന്നനാളത്തിലേക്ക് അല്ലേ? ഈസോഫാഗസിലേക്ക്. അതേസമയം ഈ ഫാരിങ്സിലേക്ക് വരുന്ന എയറിനെ എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്? ട്രക്കിയയിലേക്ക് ലീഡ് ചെയ്യുന്നു.
ട്രക്കിയയിലേക്ക് ലീഡ് ചെയ്യുന്നു. ഫാരിങ്സ് ഓപ്പൺ ത്രൂ ദ ലാരിങ്സ് റീജിയൻ ഇൻ ടു ട്രക്കിയ. അപ്പോൾ ട്രക്കിയയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സാധനമുണ്ട്, അതിന് പറയുന്ന പേരാണ് ലാരിങ്സ്. ഞാൻ അന്നേ പറഞ്ഞു ലാരിങ്സും ഫാരിങ്സും തിരിഞ്ഞു പോകുന്നുള്ള കാര്യം അല്ലേ, ലാരിങ്സ്. അപ്പോൾ ഈ ലാരിങ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ശബ്ദം എനിക്ക് ഉണ്ടാക്കാനും നിങ്ങൾക്കത് കേൾക്കാനും കഴിയുന്നത്. അതിൻ്റെ പേരെന്താടേ? ലാരിങ്സിൻ്റെ പേരെന്താണ്? വോയിസ് ബോക്സ് എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ്? വോയിസ് ബോക്സ് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ് സംഭവിക്കുന്നത്? ഫാരിങ്സ് കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ, അത് ലാരിങ്സിലൂടെയാണ് ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ലാരിങ്സിൻ്റെ പേരാണ് വോയിസ് ബോക്സ്. നമുക്ക് ശബ്ദം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ലാരിങ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെയാണ് പറഞ്ഞത്. നമുക്ക് എയറില്ല സംസാരിക്കാൻ പറ്റൂടെ? ഈ ബുക്ക് വായി ബൊത്തിപ്പിടിച്ച് സംസാരിക്കാൻ പറ്റും, പക്ഷേ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കും. മൂക്കും വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, വർക്ക് ചെയ്യില്ല. എന്താ കാര്യം? അതിനുള്ളിലൂടെ എയർ മുകളിലോട്ടും താഴോട്ടും പോകുമ്പോഴാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഇതിനകത്തുള്ള സ്വന തന്തുക്കൾക്ക് കമ്പനം നടത്താൻ അതിങ്ങനെ ചലിക്കാനും ശബ്ദം ഉണ്ടാക്കാനും പറ്റുന്നത് കേട്ടോ. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാനുള്ളത്. ഇത് മൊത്തം അനാട്ടമിയാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ കേട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ലാരിങ്സ് എന്താണ്? ലാരിങ്സ് ഇസ് എ കാർട്ടിലേജിനസ് ബോക്സ്. ഒരു പെട്ടി പോലെയാണ്. നമുക്ക് പിടിച്ചു നോക്കിയാൽ അറിയാം, ഒരു പെട്ടി പോലെ ഒരു കാർട്ടിലേജിനസ് ബോക്സ് ആണ്. നല്ല കട്ടിയുള്ള അല്ലേ കാർട്ടിലേജിനസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെവി ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഇത് എല്ലല്ല, അസ്ഥിയല്ല കേട്ടോ. നിങ്ങൾ ചെവി ഇങ്ങനെ പിടിച്ചു അതിനകത്തുള്ള ഭാഗത്ത് പറഞ്ഞ പേരാണ് കാർട്ടിലേജ്. അതിങ്ങനെ ഒടിക്കാൻ പറ്റത്തില്ല, പക്ഷേ ദാറ്റ് വിൽ റീറ്റെയിൻ ദ ഷേപ്പ്. കുറച്ച് ശക്തിയുണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും കാർട്ടിലേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, ഒരു കാർട്ടിലേജിനസ് ബോക്സ് ആണ് ലാരിങ്സ് എന്ന് പറയുന്നത്, വിച്ച് ഹെൽപ്സ് ഇൻ സൗണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ഹെൻസ് ദ കാൾഡ് സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ്. അത് ശബ്ദം ഉണ്ടാക്കുന്നതിന് സൗണ്ട് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ശബ്ദത്തിൻ്റെ ബോക്സ്, ശബ്ദപ്പെട്ടി, വോയിസ് ബോക്സ്, സൗണ്ട് ബോക്സ് എന്നെല്ലാം വിളിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെയാണ് പറഞ്ഞത്. അതുപോലെ ഇനി നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. ഡ്യൂറിങ് സോളോയിങ് ഗ്ലോട്ടിസ് ക്യാൻ ബി കവേർഡ് ബൈ എ തിൻ ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാപ്പ് കാൾഡ് എപ്പിഗ്ലോട്ടിസ്. എന്താണ് ഗ്ലോട്ടിസ്? നമ്മൾ അന്ന് പറഞ്ഞു പോയത്. എന്താണ് ഗ്ലോട്ടിസ്? ട്രക്കിയയിലേക്കുള്ള വഴിയാണ് ഗ്ലോട്ടിക്സ്. എന്താണ്? ട്രക്കിയയുടെ ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. അപ്പോൾ നമുക്കറിയാം ആഹാരം നമ്മുടെ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ലങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ആസ്പിറേഷൻ സംഭവിക്കും, നിർത്താതെ ചുമയ്ക്കും. അങ്ങോട്ട് പോയി അവിടെ ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട്, ചത്തുപോകാൻ സാധ്യതയുണ്ടല്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ്? ആഹാരം എങ്ങോട്ട് പോകാൻ പാടില്ല? നമ്മുടെ ട്രക്കിയയിലോട്ടോ ലങ്സിലോട്ടോ പോകാൻ പാടില്ല. അപ്പോൾ അതിനെ തടയുന്ന സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ എന്താ ഗ്ലോട്ടിസ്? ഗ്ലോട്ടിസ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ഓഫ് ട്രക്കിയയുടെ ഓപ്പണിംഗ് ആണ്. ഇവിടെ ട്രക്കിയയുടെ ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. അപ്പോൾ ആ ഗ്ലോട്ടിസിലേക്ക് എന്ത് പോകാൻ പാടില്ല? ഫുഡ് പാർട്ടിക്കിൾ പോകാൻ പാടില്ല. അപ്പോൾ അതിനെ കവർ ചെയ്യുന്ന ഒരു തിൻ ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാപ്പാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. ഇതറിയാം, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതാണ് അല്ലേ. അതുപോലെ ട്രക്കിയ ഈസ് എ സ്ട്രെയിറ്റ് ട്യൂബ് എക്സ്റ്റെൻഡിങ് അപ് ടു ദ മിഡ് തൊറാസിക് ക്യാവിറ്റി. ട്രക്കിയ ഒരു ട്യൂബാണ്. ആ ട്യൂബ് എങ്ങോട്ട്? മിഡ് തൊറാസിക് ക്യാവിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം അഞ്ചാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ ഭാഗത്ത് വെച്ച് രണ്ടായിട്ട് തിരിയുന്നു, റൈറ്റും ലെഫ്റ്റും ആയിട്ട്. അപ്പോൾ ഈ ഭാഗമാണ് അഞ്ചാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ ഭാഗം. അപ്പോൾ നമുക്ക് റിബ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, തൊറാസിക് വെർട്ടിബ്രയുടെ ഭാഗമാണ്. അപ്പോൾ വെർട്ടിബ്ര നമ്മൾ നേരത്തെ വെർട്ടിബ്ര കോളത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഏതോ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വരുന്നത്? പ്രധാനമായിട്ടും സെർവൈക്കൽ കഴുത്തിൻ്റെ ഭാഗത്തുള്ള വെർട്ടിബ്രെ, തൊറാസിക് നെഞ്ചിൻ്റെ ഭാഗത്തുള്ള വെർട്ടിബ്രെ, ലംബാർ വയറിൻ്റെ ഭാഗത്തുള്ള വെർട്ടിബ്രെ, പിന്നെ സാക്രം അല്ലേ, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് തൊറാസിക് വെർട്ടിബ്രെ അഞ്ചാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ ഭാഗത്ത് വെച്ച് ഇത് രണ്ടായിട്ട് പിരിയുന്നു എന്നുള്ളതാണ്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ തിരിയുന്ന ആ രണ്ട് ബ്രാഞ്ചുകളെ നമ്മൾ പ്രൈമറി ബ്രോങ്കൈ എന്ന് വിളിക്കുന്നു. എന്താണ്? പ്രൈമറി ബ്രോങ്കൈ എന്ന് വിളിക്കുന്നു. ബ്രോങ്കൈറ്റിസ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? യെസ്, ഈ ഭാഗത്ത് വരുന്ന ഇൻഫ്ലമേഷൻ വരുന്നവരും ബ്രോങ്കൈറ്റിസ്. ഓക്കെ. അപ്പോൾ ട്രക്കിയ എന്ത് ചെയ്യുന്നുണ്ട്? ട്രക്കിയ ഏതുവരെ പോകുന്നുണ്ട്? അഞ്ചാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ ആ ഭാഗം വരെ നീണ്ടു കിടക്കുന്നു. അതിനുശേഷം ഇത് രണ്ടായിട്ട് പിരിയുന്നു. ആ രണ്ട് ഭാഗങ്ങളെ പറയുന്ന പേരാണ് പ്രൈമറി ബ്രോങ്കൈ. എന്താണ്? പ്രൈമറി ബ്രോങ്കൈ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഇനി നോക്കാം. ഈച്ച് ബ്രോങ്കൈ അണ്ടർഗോസ് റിപ്പീറ്റഡ് ഡിവിഷൻസ് ടു ഫോം ദ സെക്കൻഡറി ആൻഡ് ടെർഷറി ബ്രോങ്കൈ.
നോക്കാം. ഇതിങ്ങനെ രണ്ടായിട്ട് മാത്രം പിരിഞ്ഞാൽ പോരാ, അതിങ്ങനെ വൃക്ഷത്തിൻ്റെ ശാഖോപശാഖകൾ പോലെ ഇങ്ങനെ പിരിഞ്ഞ് പോകുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നോക്കുക, ഒരു വൃക്ഷത്തിൽ ഒരു ഇല മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരു കൊമ്പ് മതി അല്ലേ? പക്ഷേ വൃക്ഷത്തിലുള്ളത് ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ഇലകളാണ്. അപ്പോൾ ഈ വൃക്ഷത്തിൽ ഇതിലെ 10,000-കണക്കിന് ഇലകളെ അക്കോമഡേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഇലകളെല്ലാം അക്കോമഡേറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം? അതിന് മാത്രം ശാഖോപശാഖകൾ വേണം. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ തിരിഞ്ഞ് പോകുന്നു. അവസാനമുള്ള ശാഖയെ നമ്മൾ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നു. എന്താണ്? എൻഡ് അപ്പ് ഇൻ വെരി തിൻ ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഏറ്റവും അവസാനമുള്ള കൊച്ചു കമ്പിനെ നമ്മൾ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നു. നോക്കാം. ദ ട്രക്കിയെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ബ്രോങ്കൈ, അതുപോലെ ആൻഡ് ഇനിഷ്യൽ ബ്രോങ്കിയോൾസ് ആർ സപ്പോർട്ടഡ് ബൈ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് സ്ട്രിങ്സ്. എന്തൊക്കെയാണ്? ട്രക്കിയെ, അതുപോലെ പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ഇതെല്ലാ സാധനങ്ങളും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് സ്ട്രിങ്സ് വെച്ച് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരാൾ തൂങ്ങി മരിക്കാൻ ശ്രമം നടത്തി വിചാരിക്കുക. അയാളെ പെട്ടെന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാലും ചിലപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും ഒടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ സഫോക്കേഷന് വിധേയമാകാൻ സാധ്യതയുണ്ട്. കാര്യം ഒടിവെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ട്രക്കിയ പൊട്ടിക്കഴിഞ്ഞാൽ, ട്രക്കിയയുടെ ആ ഒരു ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ, അപ്പോൾ നോക്കുക, കൊളാപ്സിങ് തടയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ കൊളാപ്സിങ് ഇല്ലാതെ ഇതിങ്ങനെ വികസിച്ച് തന്നെ ഇരിക്കണം. മനസ്സിലായോ? നമ്മൾ റിങ്സ് ഉള്ള നമ്മുടെ ഇത് കണ്ടിട്ടില്ലേ, എന്താണ്, ഹോസ് കണ്ടിട്ടില്ലേ? ആ ഹോസിൻ്റെ പ്രത്യേകത എന്താ? റിങ്സ് ഉള്ള ഹോസ് ഉണ്ട്, വരയുള്ള ഹോസ് ഉണ്ട്. വരയുള്ള ഹോസ് ആകുമ്പോഴത്തേക്കും വളഞ്ഞു കഴിഞ്ഞാൽ അതുവഴി വെള്ളം പോകത്തില്ല. പക്ഷേ റിങ്സ് ഉള്ള ഹോസ് ആണെങ്കിലോ അതിനകത്ത് അത് ഒടിയത്തില്ല അല്ലേ, അത് വളയത്തില്ല. യെസ്, അതാണ് സംഭവം. ഇതേപോലെ ഇൻകംപ്ലീറ്റ് റിങ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ബ്രോങ്കിയോൾസിനെ വരെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? കൊളാപ്സിങ്. ഇതിങ്ങനെയുള്ള സാധനം ഇങ്ങനെ വളഞ്ഞ് അല്ലെങ്കിൽ അത് ഒരുമിച്ച് ചേർന്ന് കൊളാപ്സിങ് സംഭവിക്കും, നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലേ, ഒടുക്കം വരെ ഇതിനെ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജസ് റിങ്സ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആര് മനസ്സിലാക്കുക? ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. അതുപോലെ ഈച്ച് ടെർമിനൽ ബ്രോങ്കിയോൾ ഗീവ്സ് റൈസ് ടു എ നമ്പർ ഓഫ് വെരി തിൻ ഇറഗുലർ വാൾഡ് ആൻഡ് വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാൾഡ് ആൽവിയോളൈ. നോക്കുക, ഞാൻ പറഞ്ഞ ഇലയുടെ കാര്യം പറഞ്ഞു അല്ലേ? ഓരോ കൊമ്പിൻ്റെയും എൻഡിൽ ഒരു ഇലയുണ്ട്, അതേപോലുള്ള ഇലയാണ് എന്ത്? ആൽവിയോളൈ. ഇലയല്ല കേട്ടോ, ഇതൊരു ബാഗാണ്. ബാഗ് എന്ന് പറയുമ്പോൾ ഒരു കുമിള പോലെയുള്ള ഒരു ഭാഗമാണ്. അത് വാസ്കുലറൈസ്ഡ് ആണ്. എന്താണ്? വാസ്കുലറൈസ്ഡ് ആണ്. എന്താ വാസ്കുലറൈസ്ഡ് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് സപ്ലൈ ഒരുപാടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും അനിമലിൻ്റെ ലെങ്സ് ഇങ്ങനെ കെട്ടിത്തൂക്കിയത് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ബുച്ചർ ഷോപ്പിൽ പോവുകയാണെന്ന് കാണാൻ പറ്റും. നമുക്ക് ലെങ്സ് ഇങ്ങനെ ഒരു റോസ് കളറിലുള്ള ലെങ്സ് ആയിരിക്കും ഇങ്ങനെ പലപ്പോഴും കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് അല്ലേ? കാരണം എന്താണ്? അത് ആൽവിയോളസിനാണ് നമ്മളിങ്ങനെ അധികം കാണുന്നത്, പുറത്ത് കാണുന്നത് കുഞ്ഞായിട്ടുള്ള എയർ ചേമ്പേഴ്സ്. അപ്പോൾ അതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ അത് കൊളാപ്സ് ചെയ്യും. കാരണം അതിനകത്ത് നിറച്ചെന്താണ്? എയറാണ്, ഒരുപാട് എയറാണ്, ബാക്കി ആൽവിയോളയാണ്. അപ്പോൾ അത് നോക്കാം, അത് വാസ്കുലറൈസ്ഡ് ആണ്. എന്തിനാണ് വാസ്കുലറൈസ് ചെയ്തിരിക്കുന്നത്? എന്ത് വേണം? ഇത് എന്തിനാണ്? ഫംഗ്ഷൻ എന്താണ്? ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നേരെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ വലിച്ചെടുക്കുന്ന ഈ ഓക്സിജനെ ബ്ലഡിലോട്ട് കയറ്റണം വേണ്ടേ? അപ്പോൾ ബ്ലഡ് അവിടെ വേണം, ബ്ലഡ് അവിടെ പ്രസൻ്റ് ആയിരിക്കണം. കണ്ടോ? റോസ് കളറിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ആൽവിയോളയെല്ലാം ഇരിക്കുന്നത്. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ബ്രോങ്കിയോൾസിൻ്റെയും, ഓരോ ടെർമിനൽ ബ്രോങ്കിയോൾസിൻ്റെയും എൻഡിൽ എന്തുണ്ട്? ഇറഗുലർ വാൾഡ് വാസ്കുലറൈസ്ഡ് ബാഗുകളായിട്ടുള്ള ആൽവിയോളൈ ഉണ്ട് എന്നുള്ളതാണ്. ആൽവിയോളൈ. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. അതുപോലെ നോക്കാം, ദ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് ആൻഡ് ആൽവിയോളൈ കംപ്രൈസ് ഓഫ് ദ ലെങ്സ്. അതായത് ലെങ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ ഉണ്ട്, ബ്രോങ്കിയോൾസ് ഉണ്ട്, അതിനുശേഷം ആൽവിയോളൈ. ഇതെല്ലാം കൂടെ ചേർന്നാണ് ലെങ്സ് രൂപം കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതാ കണ്ടോ, എന്താണ് ബ്രോങ്കൈ അല്ലേ? അതിങ്ങനെ പ്രൈമറി, ടെർഷറി ഒക്കെ ആയി തിരിഞ്ഞു, അവസാനം അതിൻ്റെ എൻഡിലുള്ള കണ്ടോ ആൽവിയോളൈ വരെ എത്തി. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ലങ്സ് ഉണ്ടായിരിക്കുന്നത്. എന്താണ്? വി ഹാവ് 2 lungs. ശ്രദ്ധിക്കുക, നമുക്ക് എത്ര ലങ്സ് ഉണ്ട്? 2 ലങ്സ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. വിച്ച് ആർ കവേർഡ് ബൈ എ ഡബിൾ ലെയേർഡ് പ്ലൂറ. പ്ലൂറ എന്താ? പ്ലൂറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മുടെ ലങ്സിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ്. നമുക്കറിയാം ഇത് എന്താണ്?
ഒരു പ്രൊട്ടക്ഷൻ മാത്രം പോരാ, പുറമേ പിന്നെ മസ്കുലർ പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ മീതെ എന്താണ് റിബ്സ് ഉണ്ട് അല്ലേ. റിബ്സ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആരെങ്കിലും നമ്മളെ അമർത്തി ഞെക്കിയാൽ തന്നെ നമുക്ക് ശ്വാസം മുട്ടി ചത്തുവാൻ സാധ്യതയുണ്ടല്ലേ, ഇല്ലേടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റിബ്സോ അല്ലെങ്കിൽ നമ്മുടെ ശരീരമായിട്ടോ ഇതിന് ഫ്രിക്ഷൻ വരാൻ പാടില്ല, മനസ്സിലായോ? ഈ ലങ്സിന് ഫ്രിക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് അത്രയും സോഫ്റ്റ് ആണ് അല്ലേ, സ്പോഞ്ച് പോലെയാണ്, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയില്ല, അതുപോലെ സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ തടയാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. എത്രയാണ്? എത്രയാണ്? 3 ലെയറൊന്നുമില്ല, 2 ലെയർ പ്ലൂറ. ഓക്കെ, അപ്പോൾ അതിനിടയിൽ എന്താ, പ്ലൂറൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ ആണ്. അതിനിടയിൽ എന്തുണ്ട്, പ്ലൂറൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. The outer pleural membrane is close in contact with the thoracic lining, whereas the inner pleural membrane is in contact with the lung surface. അപ്പോൾ നമ്മൾ പ്ലൂറയാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. പ്ലൂറ എന്താണ് പ്ലൂറ? നമുക്കറിയാം എന്താണ്, നമ്മുടെ ലങ്സിൻ്റെ കവറിങ്, ലങ്സിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. 2 ലെയർ ഉണ്ട്. ആ 2 ലെയറിനിടെ എന്തുണ്ട്, ഇടയിൽ പ്ലൂറൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു അല്ലേ, പ്ലൂറൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ നേരത്തെ കേട്ട് കണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ദ പാർട്ട് സ്റ്റാർട്ടിംഗ് വിത്ത് ദ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് അപ് ടു ദ ടെർമിനൽ ബ്രോങ്ക്യൂൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കണ്ടക്റ്റിംഗ് പാർട്ട്. നോക്കാം. അതുപോലെ വേറെസ് ദ ആൽവിയോളി ആൻഡ് ദ ഡക്ട്സ് ഫോം റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. 2 പാർട്ട് ഉണ്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ഒന്ന് കണ്ടക്റ്റിംഗ് പാർട്ടും 2 എക്സ്ചേഞ്ച് പാർട്ടും. അതായത് കൊണ്ടുവരുന്ന സ്ഥലവും അതേപോലെ എന്താണ്, ഗ്യാസുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ഥലവും. അപ്പോൾ എവിടെയൊക്കെയാണ്, ഏത് തൊട്ടാണ് വരുന്നത്, ഇവിടെ നോസ്ട്രിൽസ് തൊട്ട് മൂക്ക് മുതൽ ടെർമിനൽ ബ്രോങ്ക്യൂൾസ് വരെ. മൂക്ക് മുതൽ വന്നോ, മൂക്ക് മുതൽ വന്നു, ദാ ഇവിടെ വാരിങ്സ്, ഇതെല്ലാം കടന്ന് ബ്രോങ്ക്യൂൾസിന്റെ അവസാന അറ്റത്തെ ഇലയുടെ അറ്റത്തുള്ള ആ തണ്ട് വരെ, മരം മനസ്സിൽ വിചാരിച്ച തണ്ട് വരെ എന്താണ്, കണ്ടക്റ്റിംഗ് പാർട്ടാണ്. അതിനുശേഷം ആൽവിയോളൈ ആൻഡ് ദെയർ ഡക്ട്സ് ഫോം ദ റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ട്. പ്രധാനമായിട്ട് ആൽവിയോളൈ തന്നെയാണ് എന്ത് വരുന്നത്, എക്സ്ചേഞ്ച് പാർട്ട് വരുന്നത്. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്, എക്സ്ചേഞ്ച്, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നതായത് നമുക്കറിയാം. ഓക്കെ, ഈ 2 കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഈ പറഞ്ഞ 2 സ്ഥലത്തിന്റെ ഫംഗ്ഷൻ നോക്കാം. ആദ്യം കണ്ടക്റ്റിംഗ് പാർട്ട്. ദ കണ്ടക്റ്റിംഗ് പാർട്ട് ട്രാൻസ്പോർട്ട്സ് ദ അറ്റ്മോസ്ഫിയറിക് എയർ ടു ദ ആൽവിയോളൈ. ഇത്രയേ ഉള്ളൂ. എന്താണ്, അറ്റ്മോസ്ഫിയറിക് എയറിനെ ആൽവിയോളയിലേക്ക് എത്തിക്കുന്നു. ആൽവിയോളയിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്, ക്ലിയേഴ്സ് ഇറ്റ് ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. പല തരത്തിൽ ക്ലാരിഫിക്കേഷൻ നടക്കും. ഒന്ന്, നമ്മുടെ മൂക്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു അരിപ്പ പോലെ എന്തുണ്ട്, രോമങ്ങളുണ്ട്. അതിൽ നമുക്ക് പ്രൈമറി ആയിട്ട് പൊടികളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഹ്യൂമിഡിഫൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വളരെ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഡ്രൈ ആയിട്ടുള്ള എയറിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അകം മൊത്തം ഡ്രൈ ആയി പോകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അകത്തേക്ക് എടുക്കുന്ന ഈ എയറിനെ തന്നെ ഹ്യൂമിഡിഫൈ ചെയ്യണം, ഹ്യൂമിഡിറ്റി വർദ്ധിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഇങ്ങനെ പുറത്തോട്ട് വിടുമ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട് അല്ലേ. നമ്മൾ ഇങ്ങനെ പുറത്തോട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ എന്താണ് ഉച്ഛ്വാസവായു പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ജലാംശമുണ്ട്. അങ്ങനെ അത്ര എന്ത് ചെയ്യണം, നമ്മുടെ ശ്വാസത്തെ ജലാംശമുള്ളതാക്കി മാറ്റണം അല്ലേ. എന്താണ്, 1 ഫോറിൻ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യണം, 2 അതിനെ ഹ്യൂമിഡിഫൈ ചെയ്യണം അല്ലേ. അതുപോലെ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കണം. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഗ്യാസിൻ്റെ അതേ ടെമ്പറേച്ചറാണോ പുറത്തോട്ട് വിടുന്നത്? അല്ലേ, ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇത് ആരുടെ ജോലിയാണ്? കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ ജോലിയാണ് അല്ലേ. കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ ജോലിയാണ്. എന്താണ്, ഈ എയറിനെ വെറുതെ അങ്ങോട്ട് എത്തിച്ചാൽ പോരാ, എയറിനെ എത്തിക്കണം, അതിനോടൊപ്പം അതിനെ ഹ്യൂമിഡിഫൈ ചെയ്യണം, കുറച്ച് അതിനകത്ത് ജലാംശം ഉണ്ടാക്കണം, അതുപോലെ എന്ത് ചെയ്യണം, കുറച്ച് ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കണം. ഇതെല്ലാം കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ ജോലിയാണ്. ഇനി എന്താണ് എക്സ്ചേഞ്ച് പാർട്ടിൻ്റെ ജോലി നമുക്ക് നോക്കാം. എന്താണ്, ഡിഫ്യൂഷൻ അല്ലേ. എക്സ്ചേഞ്ച് പാർട്ട് ഈസ് ദ സൈറ്റ് ഓഫ് ആക്ച്വൽ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് എയർ. നമ്മൾ നോക്കാം, നമുക്ക് എന്താണ്, അറ്റ്മോസ്ഫിയറിക് എയർ തന്നെയാണ് നമ്മൾ ഉള്ളിലോട്ട് വിടുന്നത് അല്ലേ. അറ്റ്മോസ്ഫിയറിക് എയർ അല്ലേടെ ആണ്, അറ്റ്മോസ്ഫിയറിക് എയർ ആണ് ഉള്ളിലോട്ട് വിടുന്നത്. അപ്പോൾ അത് തമ്മിൽ എന്ത് സംഭവിക്കണം, അറ്റ്മോസ്ഫിയറിക് എയർ, നമ്മൾ എടുക്കുന്ന അറ്റ്മോസ്ഫിയറിക് എയറിൽ എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട് ഇല്ലേടെ, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ആ ഓക്സിജൻ സ്വീകരിക്കണം, നമ്മുടെ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടണം, അതിനെ പുറത്തോട്ട് കളയണം. ഈ 2 കാര്യങ്ങൾ, ഈ പറഞ്ഞ ഡിഫ്യൂഷൻ എവിടെയാണ് നടക്കുന്നത്, ആൽവിയോളയിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പാർട്ടിലാണ് എന്ത് നടക്കുന്നത്, ഡിഫ്യൂഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെയാണ് പറഞ്ഞത്. അതുപോലെ ദ ലങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി. എവിടെയാണ് വരുന്നത്, തൊറാസിക് ക്യാവിറ്റി, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വിച്ച് ഈസ് അനാട്ടമിക്കലി ആൻഡ് എയർ ടൈറ്റ് ചേംബർ. എന്താണ്, എയർ ടൈറ്റ് ചേംബറാണ്.
നമ്മുടെ എല്ലാ ക്യാവിറ്റീസും എയർ ടൈറ്റ് ആണ്. കാരണം പുറത്തുനിന്നുള്ള എയർ ഒന്നുമില്ല. പക്ഷേ എന്നാൽ ഇത് കുറച്ചുകൂടി നമുക്ക് അനാട്ടമിക്കലി പറയുകയാണെങ്കിൽ എയർ ടൈറ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്നറിയാമോ, ഇതിൻ്റെ ഈ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശ്വസിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. നോക്കുക, നമ്മൾ ഉച്ഛ്വാസവായു എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ ഈ പറഞ്ഞ ലങ്സ് വികസിക്കുന്നു അല്ലേ? ലങ്സ് അല്ല, നമ്മുടെ ബേസിക്കലി നമ്മുടെ എന്ത് വികസിക്കുന്നുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ റിബ്സ് എല്ലാം കുറച്ചിങ്ങനെ വികസിക്കുന്നു, ഡയഫ്രം റിലാക്സ് ചെയ്യുന്നു. ഇതാകുമ്പോഴത്തേക്ക് എന്താണ്? അകത്തുള്ള വോളിയം വർദ്ധിക്കുന്നു. അപ്പോഴത്തേക്ക് ഉള്ളിലോട്ട് ശ്വാസം കയറുന്നു. തിരിച്ചു വിടുമ്പോൾ എന്താണ്? ലങ്സ് എന്ത് ചെയ്യുന്നു? ആദ്യം റിബ്സ് ഒക്കെ ചുരുങ്ങുന്നു, ഈ ഡയഫ്രം തിരിച്ച് ഡോം ഷേപ്പിൽ മുകളിലോട്ട് വരുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് ഗ്യാസ് ഉണ്ട്, എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും? ഇത് നടക്കുമോ? ഇത് ഇല്ല, നടക്കില്ല. അതുകൊണ്ട് അനാട്ടമിക്കലി അതെന്താണ്? ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ചേംബർ ആണെന്ന് മനസ്സിലാക്കുക. The lungs are situated in the thoracic chamber, which is anatomically an airtight chamber. The thoracic cavity is formed dorsally by the vertebral column. എന്താണ് ഡോർസൽ പാർട്ട്? എന്താണ് വെൻട്രൽ പാർട്ട്? ഇതാണ് ഡോർസൽ പാർട്ട്, ഇത് ഡോർസൽ പാർട്ട്, ഇത് വെൻട്രൽ പാർട്ട്. അപ്പോൾ ബാക്കിൽ എന്താണ് thoracic cavity? വെർട്ടിബ്രൽ കോളം അല്ലേ? വെർട്ടിബ്ര അല്ലേ? അപ്പോൾ വെൻട്രൽ പാർട്ടിൽ എന്താ വരുന്നത്? സ്റ്റേർണം ആണ് വരുന്നത്. ബാക്കിൽ വെർട്ടിബ്രൽ കോളം, ഫ്രണ്ടിൽ സ്റ്റേർണം. എന്താണ് സ്റ്റേർണം എന്നറിയാമോ? സ്റ്റേർണം ഈസ് എ ഫ്ലാറ്റ് ബോൺ ആണ്. ഒരു സിംഗിൾ ബോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേർണം ബ്രേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാൽ അത് ഫ്യൂസ് ചെയ്ത് ഫ്ലാറ്റ് ബോൺ പോലെയാണ് കാണപ്പെടുന്നത്. സ്റ്റേർണം, ഈ നടുക്ക് കാണപ്പെടുന്ന നെഞ്ചെല്ലാണ് നമ്മുടെ സ്റ്റേർണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റേർണത്തിലേക്കാണ് സ്റ്റേർണൽ റിബ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്കെൽറ്റൽ സിസ്റ്റം പഠിക്കാനുള്ള സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തായാലും വെൻട്രലി എന്താണ്? സ്റ്റേർണമാണ്. വെൻട്രലി എന്താണ്? ഫ്രണ്ടിൽ എന്താണ്? സ്റ്റേർണം. ഫ്രണ്ടിൽ എന്ന് പറയാൻ പറ്റില്ല, വെൻട്രൽ ഡോർസൽ. അത് നിങ്ങൾ പഠിച്ചാൽ എന്താണ്? വെൻട്രൽ ഡോർസൽ. എന്താണ്? വെൻട്രൽ ഡോർസൽ. അപ്പോൾ ലാറ്ററലി സൈഡ്സിൽ എന്താ വരുന്നത്? സൈഡ്സിൽ ലാറ്ററലി ബൈ ദ റിബ്സ് ആൻഡ് ഓൺ ദ ലോവർ സൈഡ് എന്താണ്? ഡോം ഷേപ്പ്ഡ് ഡയഫ്രം. ഡോർസൽ വെൻട്രൽ ഡോർസൽ വെൻട്രൽ മാറിപ്പോകരുത്. ലാറ്ററലി മാറിപ്പോകില്ല. നമുക്ക് എന്തറിയാം? റിബ്സ് ആണെന്നറിയാം. അടിയിൽ എന്താണ്? ഡോം ഷേപ്പ്ഡ് ആയിട്ടുള്ള ഡയഫ്രം ആണെന്ന് നമുക്കറിയാം. എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തൊറാസിക് ക്യാവിറ്റി അബ്ഡോമിനൽ ക്യാവിറ്റി നമ്മൾ വേർതിരിക്കുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെ പേര് ഡയഫ്രം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ അടിയിൽ എന്താണ്? ഡയഫ്രം ആണ്. ലാറ്ററലി നമ്മുടെ റിബ്സ് ആണ്. ഡോർസൽ എന്താണ്? വെർട്ടിബ്രേ. ഏതാണ്? തൊറാസിക് വെർട്ടിബ്രേ അല്ലേ? അപ്പോൾ വെൻട്രലി ഏതാണ് വരുന്നത്? സ്റ്റേർണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടെ പറഞ്ഞിരിക്കുക. നോക്കാം. ദ അനാട്ടമിക്കൽ സെറ്റപ്പ് ഓഫ് ലങ്സ് ഇൻ thorax is such that any change in the volume of the thorax cavity will reflect in the lungs. എന്താണ്? അപ്പോൾ ഞാൻ നേരത്തെ ഇത്രയേ ഉള്ളൂ. ഇത് എയർ ടൈറ്റ് ക്യാവിറ്റിയാണ്. നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ശ്വാസം കയറി പോകണം അല്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ബ്രീത്തിങ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അനാട്ടമിയായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ നേസൽ ചേംബർ ഇൻ ദ റെസ്പിറേറ്ററി സിസ്റ്റം? എന്താണ്? ഫിൽറ്ററിങ് എയർ, ഗ്യാസ് എക്സ്ചേഞ്ച്, സൗണ്ട് പ്രൊഡക്ഷൻ. എന്താണ് വരുന്നത്? ഫിൽറ്ററിങ് എയർ ആണ് വരുന്നത് അല്ലേ? വെരി ഗുഡ്. അതുപോലെ വിച്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ സൗണ്ട് പ്രൊഡക്ഷൻ? ലാരിങ്സ് ആണ് ഉത്തരം, നമുക്കറിയാം. അതുപോലെ വിച്ച് സ്ട്രക്ചർ പ്രിവെൻറ്റ്സ് ഫുഡ് ഫ്രം എൻറ്ററിങ് ലാരിങ്സ് ഡ്യൂറിങ് സ്വാളോയിങ്? എപ്പിഗ്ലോട്ടിസ് ആണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ വാട്ട് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ആൾസോ നോൺ ആസ് വിൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്നത്? ഏതാണ്? ട്രക്കിയാണ് അറിയപ്പെടുന്നത് അല്ലേ? എന്താണ്? ട്രക്കിയാണ് വിൻഡ് പൈപ്പ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ വിച്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം കണക്ട്സ് ദ നേസൽ ചേംബർ ടു ലാരിങ്സ്? ലാരിങ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് നേസൽ എന്താ വരുന്നത്? നേസൽ ചേംബറിന് ലാരിങ്സിലേക്ക് എത്തിക്കുക, ഫാരിങ്സ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. അതുപോലെ വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് കാർട്ടിലേജസ് റിങ്സ് ദാറ്റ് സപ്പോർട്ട്സ് ദ ട്രക്കിയെ ബ്രോങ്കി? ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കാർട്ടിലേജസ് റിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. എന്താണ്? ടു പ്രിവെൻറ്റ് കൊളാപ്സ് ഡ്യൂറിങ് ബ്രീത്തിങ്. അത് തന്നെയാണ് വരുന്നത് കേട്ടോ. എന്താണ്? ടു പ്രിവെൻറ്റ് കൊളാപ്സ് ഡ്യൂറിങ് ബ്രീത്തിങ്. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് വിത്തിൻ ദ റെസ്പിറേറ്ററി സിസ്റ്റം? എന്താണ് പ്രൈമറി സൈറ്റ്? എവിടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? ആൽവിയോളൈ അല്ലേ? മറന്നു പോകില്ല, എനിക്കറിയാം. അതുപോലെ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഫാരിങ്സ് ഇൻ ദ റെസ്പിറേറ്ററി സിസ്റ്റം? റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഫാരിങ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ് വരുന്നത്? ഫാരിങ്സിൻ്റെ എന്താ വരുന്നത്? പാസേജ് ഓഫ് ഫുഡ് ആൻഡ് എയർ അല്ലേ? വെരി ഗുഡ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ വിച്ച് സ്ട്രക്ചർ റിപ്പീറ്റഡ് ഡിവൈഡ് ടു ഫോം സെക്കൻഡറി ആൻഡ് ടെർഷറി ബ്രോങ്കി എന്ന് ചോദിച്ചാൽ എന്താണ്? പ്രൈമറി ബ്രോങ്കിയാണ് ഉത്തരം അല്ലേ? പ്രൈമറി ബ്രോങ്കി. അതുപോലെ വിച്ച് സ്ട്രക്ചർ കവേഴ്സ് ദ ഗ്ലോട്ടിസ് ഡ്യൂറിങ് swallowing ടു പ്രിവെന്റ് ഫുഡ് ഫ്രം എൻറ്ററിങ് ദ ലാരിങ്സ്? ആണ് എപ്പിഗ്ലോട്ടിസ് ആണ് ഉത്തരം. എപ്പിഗ്ലോട്ടിസ്
അതുപോലെ നോക്കാം, വിച്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഡിവൈഡ്സ് അറ്റ് ദ ലെവൽ ഓഫ് ദ ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രേ. ഏതാണ്? ബ്രോങ്കൈ ആണ് അങ്ങനെ ഡിവൈഡ് ആയി പോകുന്നത് അല്ലേ. അതുപോലെ ദ ടെർമിനൽ ബ്രോങ്കൈസ് ആർ കണക്റ്റഡ് ടു ദ സ്ട്രക്ചേഴ്സ് കാൾഡ്, എന്തിലേക്കാണ്? ആൽവിയോളയിലേക്കാണ് ടെർമിനൽ ബ്രോങ്ക്യൂൾസ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ലാരിങ്സ് ഇൻ ദ റെസ്പിറേറ്ററി സിസ്റ്റം? വോയിസ് പ്രൊഡക്ഷൻ ആണ് വരുന്നത് അല്ലേ, വോയിസ് പ്രൊഡക്ഷൻ ആണ് വരുന്നത്, സൗണ്ട് പ്രൊഡ്യൂസിങ്. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് പ്ലൂറൽ ഫ്ലൂയിഡ്? എന്താ വരുന്നത്? റെഡ്യൂസിങ് ഫ്രിക്ഷൻ അല്ലേ, ലങ്സിന്റെ സർഫസിലുള്ള ഫ്രിക്ഷൻ അവസാനിപ്പിക്കുക, അങ്ങനെ ഉണ്ടാവാൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ദ കണ്ടക്ടിംഗ് പാർട്ട്? കണ്ടക്ടിംഗ് പാർട്ട് ഏതാണ്? എക്സ്റ്റേണൽ നോസ്ട്രിൽ ടു ടെർമിനൽ ബ്രോങ്ക്യൂൾസ് ആണ് അല്ലേ. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് ദ കണ്ടക്ടിംഗ് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? എന്താണ് വരുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് ആണോ? ട്രാൻസ്പോർട്ടേഷൻ ആണല്ലേ. എന്താണ് വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ടു ആൽവിയോളൈ. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് ആണല്ലോ ഉത്തരം വരുന്നത്. അതുപോലെ വാട്ട് സ്ട്രക്ചർ മേക്ക് അപ്പ് ദ എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? അതാണ് വരുന്നത് ആൽവിയോളി ആൻഡ് ദെയർ ഡക്ട്സ് ആണ് ഉത്തരം വരുന്നത് അല്ലേ. അതുപോലെ വിച്ച് ഫംഗ്ഷൻ ഈസ് നോട്ട് പെർഫോംഡ് ബൈ ദ കണ്ടക്ടിംഗ് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ടു ആൽവിയോളി, ക്ലിയറിംഗ് എയർ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്, ഗ്യാസ് എക്സ്ചേഞ്ച്, ഹ്യൂമിഡിഫൈങ് ആൻഡ് വാർമിംഗ് ദ എയർ. എന്താണ് വരുന്നത്? കണ്ടക്റ്റിംഗ് പാർട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ഗ്യാസ് എക്സ്ചേഞ്ച് മാത്രം ചെയ്യുന്നില്ല അല്ലേ. എന്തൊക്കെ ചെയ്യുന്നത്? കണ്ടക്റ്റിംഗ് പാർട്ട് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. വെരി ഗുഡ്. അതുപോലെ വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? ഏതാ വരുന്നത്? പ്രൊഡ്യൂസിങ് സൗണ്ട് ആണോ? ഫിൽറ്ററിംഗ് എയർ ആണോ? ഡിഫ്യൂഷൻ ആണ് ഉത്തരവല്ലേ. ഡിഫ്യൂസ് ചെയ്യുക, എയർ കൈമാറ്റം ചെയ്യുക. വാട്ട് ഫോംസ് ദ ഡോർസൽ ബൗണ്ടറി ഓഫ് ദ thoracic cavity? ഡോർസലി വെർട്ടിബ്രൽ കോളം, ഡോർസൽ മറക്കല്ലേ, എന്താണ്? വെർട്ടിബ്രൽ കോളം അല്ലേ. അതുപോലെ വെൻട്രലി എന്താണ്? വെൻട്രലി എന്താ വരുന്നത്? പറ. സ്റ്റേണമാണ് വരുന്നത് അല്ലേ. വെൻട്രൽ സൈഡിൽ എന്താണ്? സ്റ്റേണമാണ് വരുന്നത്. അതുപോലെ എന്താണ്? ലാറ്ററൽ ബൗണ്ടറി എന്താണ് വരുന്നത്? പറ. എന്താ വരുന്നത്? റിബ്സ് ആണ് ലാറ്ററൽ ബൗണ്ടറി വരുന്നത് അല്ലേ. അതുപോലെ ഏറ്റവും താഴെ എന്നാ വരുന്നത്? ഏതാ വരുന്നത് നോക്കാം. എന്താ? വാട്ട് ഫോംസ് ലോവർ ബൗണ്ടറി ഓഫ് thoracic chamber എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? എന്താണ് ഉത്തരം? പറയൂ. ഡോം ഷേപ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഡയഫ്രം ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കാം, വൈ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ thoracic cavity to change along with the pulmonary cavity volume? Why is it essential for the thoracic cavity to change along with the pulmonary cavity volume? പൾമണറി ക്യാവിറ്റിയുടെ വോളിയത്തെ അനുസരിച്ച് നമ്മുടെ thoracic cavity അഡ്ജസ്റ്റ് ആവുന്നതിനാണ്. ടു ഫെസിലിറ്റേറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് ആണോ? അല്ല. ടു എനേബിൾ സൗണ്ട് പ്രൊഡക്ഷൻ ആണോ? അല്ല. ടു എനേബിൾ ബ്രീത്തിങ് ബൈ ആൾട്ടറിങ് പൾമണറി വോളിയം? യെസ് അല്ലേ. പൾമണറി വോളിയം ആൾട്ടർ ചെയ്തുകൊണ്ട് ബ്രീത്തിങ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അനാട്ടമിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം മനസ്സിലാക്കി, കഥ മനസ്സിലാക്കി വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെയാണ് പറഞ്ഞത്? അപ്പോൾ എല്ലാ പേർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.